പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ ആരംഭിക്കും. അതുകൂടി ഞങ്ങൾ ഈ ഇതിൽ ഓർമ്മിക്കും. വീണ്ടും ഒരു ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം സമാപിക്കാറായി. ശബരിമല തീർത്ഥാടകർ ഏറെ ആശ്രയിക്കുന്ന, പ്രത്യേകിച്ച് തമിഴ്നാട് ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ ഏറെ ആശ്രയിക്കുന്ന അച്ചൻകോവിൽ ശബരിമല പാതയിലൂടെയാണ് ഞാനിപ്പോൾ നടന്നു വരുന്നത്. 100 വർഷത്തെ പഴക്കമുള്ള ഈ കാനനപാത വനം വകുപ്പിൻ്റെ അധീനതയിലായതിനു ശേഷം ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ലാതെ കിലോമീറ്റർ ദൂരത്തോളം കൂടി ഉപയോഗശൂന്യമായിട്ട് കാൽനട യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടുള്ള ഈ സ്ഥലത്തു കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ റോഡിൻ്റെ ശോച്യാവസ്ഥയും ഇതിൻ്റെ നാൾവഴികളെക്കുറിച്ചും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ അംഗം KV തോമസ്, പൊതുപ്രവർത്തനായ സന്തോഷ് കുമാർ, ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ഈ റോഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സന്തോഷ് പറയുന്നത്? സന്തോഷം, എങ്ങനെയാണ് ഈ റോഡിൻ്റെ കാര്യത്തെക്കുറിച്ച് വനം വകുപ്പിൻ്റെ ഇപ്പോഴത്തെ നിലപാടിനെ കുറിച്ച്? കഴിഞ്ഞ 23 വർഷക്കാലമായി ഇവിടെ നിന്ന് നേരത്തെയുള്ള MLA ശ്രീ അടൂർ പ്രകാശ് സാറ് ഇതിനുവേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും അന്ന് ഈ റോഡിന് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞ് പല പ്രാവശ്യവും ഫോറസ്റ്റുകാരുടെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ തടസ്സം നിൽക്കുന്നത്. ഇത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കാൽനടയായിട്ടും ഒരുപാട് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതാണ്. ഈ പാത ശരിയാക്കാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് പിന്നീട് നിർമ്മിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തെങ്കിലും പുതിയ മിനിസ്റ്റർ വന്നതോടുകൂടി 10 വർഷത്തോളമായി പുതിയ മിനിസ്റ്റർ വന്ന കണക്ക് പിന്നെ ഇതിനു വേണ്ടി യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇത് എന്നാൽ ചെമ്പനരുവി, അച്ചൻകോവ് മുതൽ ചെമ്പനരുവി വരെയുള്ള ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യുകയും മറ്റു കാര്യങ്ങൾ ചെയ്തു. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള പാതയ്ക്കാണ് ഇവർ സർക്കാർ തടസ്സങ്ങളിൽ നിന്നുകൊണ്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ തടസ്സങ്ങൾ കൊണ്ടുമാണ് ഈ പാത നടക്കാതിരിക്കുന്നത്. അതിനുവേണ്ടി ഇത് ചെയ്തെങ്കിൽ മാത്രമേ അന്യസംസ്ഥാനക്കാർക്കാണ്. ഇത് രാത്രി കാലങ്ങളിൽ പോലും ഇതുവഴി ആൾക്കാർ നടന്നു പോവുകയാണ്. വന്യജീവികളുടെ ശല്യങ്ങളുണ്ട്. ഈ റോഡ് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു അറുതി വന്നതിന് അതിനുവേണ്ടി സർക്കാർ ഭാഗത്തു നിന്നുള്ള ഒരു നടപടികൾ സ്വീകരിക്കാത്തതുകൊണ്ട് ആണ് ഈ പാത ഇങ്ങനെ കിടക്കുന്നത്. അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പൊതുപ്രവർത്തകർ എന്ന രീതി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ അരുവാപുരം പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് അംഗം എന്ന നിലയിലും ഇതിൻ്റെ നാൾവഴികളെക്കുറിച്ച് കൂടുതൽ അറിയാമല്ലോ, പ്രത്യേകിച്ച് പന്തളം രാജകൊട്ടാരമായിട്ടുള്ള. എങ്ങനെയാണ് തോമസ് ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ? കോന്നി അച്ചൻകോവിൽ പാത തീർത്ഥാടകർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന പാതയാണ്. മുൻവർഷങ്ങളിലൊക്കെ തീർത്ഥാടന കാലത്തെങ്കിലും ഈ പാത സഞ്ചാരയോഗ്യമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതാനും വർഷങ്ങളായി കഴിഞ്ഞ പ്രളയത്തിന് ശേഷം എനിക്ക് തോന്നി ഈ പാതയിലെ 2-3 കലുങ്കൾ പൂർണ്ണമായി തകർന്നു. അവിടെ കലുങ്കൾ പണിതിട്ടില്ല. പല ഭാഗത്തും റോഡുകൾ സൈഡുകൾ ഇടിഞ്ഞു. കലുങ്ക് ഉള്ള ഒരവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇതുവരെയുള്ള തീർത്ഥാടകരുടെ യാത്ര. തീർത്ഥാടകർ മാത്രമല്ല, കോന്നിയുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാരെ പ്രതി അച്ചൻകോവിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഒരു പാതയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ കാലങ്ങളിൽ അച്ചൻകോവിൽ അമ്പലവുമായി ബന്ധപ്പെട്ട് അനേകം ആൾക്കാർ, കോന്നിയിൽ പ്രദേശവാസികളെല്ലാം ഇപ്പോഴും പത്തനാപുരം, അലിമുക്ക്, പുനലൂർ, അലിമുക്ക്, ചെമ്പനൂര് വഴി ഏതാണ്ട് 10-40 കിലോമീറ്റർ അധികം ചുറ്റിയാണ് ഇപ്പോഴും അച്ചൻകോവിൽ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ നമുക്ക് അച്ചൻകോവിൽ പാത ഉണ്ടെങ്കിൽ തന്നെ ഈ പാത ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അടിയന്തരമായി ഈ പാത സഞ്ചാരയോഗ്യമാക്കിയാൽ അത് കോന്നിയുടെ മാത്രമല്ല കല്ലേലി, അരുവാപ്പുലം, കോന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ വികസനത്തിൽ വളരെയധികം സഹായിക്കും. അതുമാത്രമല്ല, തീർത്ഥാടകർക്ക് വളരെ സുഗമമായ യാത്ര, കാനനഭംഗി ആസ്വദിച്ചുകൊണ്ട് അച്ചൻകോവിലാറിൻ്റെ തീരത്തുകൂടി നല്ല ഒരു യാത്രയും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഈ പാത അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പ്രത്യേകിച്ച് ഇത് പന്തളം കൊട്ടാരവുമായിട്ട് ഒരു 100 വർഷം പഴക്കമുള്ളതാണല്ലോ. എങ്ങനെയാണ് ആ ഓർമ്മകൾ താമസമൊക്കെ? മുൻകാലങ്ങളിൽ ഞങ്ങളുള്ള ചരിത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളത്, പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും കോന്നിയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുള്ള ആൾക്കാരെ അച്ചൻകോവിൽ അമ്പലത്തിൽ പോകാനെ കൊണ്ട് കൈപ്പട്ടൂർ, പൂങ്കാവ്, കോന്നി, കല്ലേലി വഴിയുള്ള ഈ പാതയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു പാതയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ UDF ഗവൺമെൻറ് ഇത് അച്ചൻകോവിൽ ശബരിമല പാതയായി ഏറ്റെടുത്ത് വികസിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത്. എന്നാൽ ഇന്നും ഈ റോഡിൻ്റെ വികസനം പൂർണ്ണമായി നടന്നിട്ടില്ല. ഇപ്പോഴും ദുരിതപൂർണ്ണമായ യാത്രയാണ് ഈ റോഡ് ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഈ വനം വകുപ്പ് പലതരത്തിലും നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തടസ്സം നിൽക്കുന്നുണ്ട്. അത് എന്തൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെയാണ്? അത് നമ്മുടെ കല്ലേലി മുതൽ അക്കരക്കാലാപ്പടി മുതൽ ഇങ്ങോട്ട് കല്ലേലി ഭാഗം വരെയുള്ള റോഡിൻ്റെ സൈഡ് എഡ്ജ് ഒരുപാട് വാഹനങ്ങൾ വന്ന് അപകടത്തിൽപ്പെടുന്നതാണ്. അവിടെ കുറേ മണ്ണിടാൻ പോലും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അനുവാദം തരുന്നില്ല. ഈ ഭാഗത്തു നിന്ന് അത് ഒരുപാട് അപകടങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അടിക്കാടുകൾ വെട്ടാത്തത് കൊണ്ട് ആനയും മറ്റ് ജന്തുക്കളും നിന്നാൽ ആൾക്കാർക്ക് പോകുന്നവർക്ക് അത് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെതിരെ നമ്മൾ പല പ്രാവശ്യം DFOയ്ക്കും ബാക്കിയുള്ള വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം പരാതി കൊടുത്തിട്ട് അതിനെതിരെ ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് ജനങ്ങളെക്കാട്ടിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്യജീവികളെയാണ് കണക്കാക്കുന്നത്. അതാണ് ഇത്രയുള്ള കെടുകാര്യ സ്ഥിതിക്ക് കാര്യമാകുന്നത്. സർക്കാരിന് അതല്ലെങ്കിൽ പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ
വരുമാനം ലഭിക്കേണ്ട ഒരു റോഡാണ്. ഈ വനം വകുപ്പ് ഈ പിടിവാശി ഉപേക്ഷിച്ച് ഇത് സഞ്ചാരയോഗ്യമാക്കണമെന്നല്ലയോ നിങ്ങളുടെ എങ്ങനെ? സർക്കാർ ഈ റോഡുകൾ ഇത് നന്നാക്കി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിനാണെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയയിലെല്ലാം നല്ല രീതിയിൽ വരുമാനങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ്. അതിനു വേണ്ടി വനം വകുപ്പ് വനം വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ജനങ്ങളോട് കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനെല്ലാം ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും ശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു പാത നന്നാക്കാൻ ഒരു ഏകദേശം 42 അച്ചൻകോവ് വരെ 42 കിലോമീറ്റർ വരെ ഉള്ളതിൽ ഒരു 20 കിലോമീറ്റർ വരെ ഉള്ളത് ചെമ്പനരി വരെയുള്ളത് നമ്മുടെ കോന്നി നിയോജകമണ്ഡലമായിട്ട് ബന്ധപ്പെട്ടവല്ല അല്ല. അവിടെ കോൺക്രീറ്റ് പരിപാടികളെല്ലാം നടക്കാനും വേണ്ടി അന്ന് സാധിക്കുന്നുണ്ട്. ചെമ്പനരി മുതൽ ഈ കല്ലേലി വരെയുള്ള ഭാഗങ്ങളിലാണ് ഒരു പ്രവർത്തനങ്ങൾ നടത്താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കാതിരിക്കുന്നത്. അതിനെതിരെ നമുക്ക് ഒരു നടപടികൾ സ്വീകരിച്ചേ മതിയാവും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഭാഗത്ത് മാത്രം ചെയ്യാതിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഈ റോഡിന്റെ വികസന പ്രവർത്തനത്തിന് എന്തെങ്കിലും രാഷ്ട്രീയം കലർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോമസ് രാഷ്ട്രീയം കലർത്തുന്നുണ്ടെന്ന് അറിയാം. ഏതായാലും കഴിഞ്ഞ ഏതാണ്ട് ഒരു 10-15 വർഷമായി നമ്മുടെ പ്രദേശത്തെ മുഴുവൻ റോഡുകളും വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാത എന്തുകൊണ്ടോ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഇവിടുത്തെ MLA ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റിലെ ഈ റോഡിനെ പൂർണ്ണമായി അവഗണിച്ചൊരു സാഹചര്യമാണ്. തീർത്ഥാടകരുടെ ഉള്ള പ്രാധാന്യം പോലും മനസ്സിലാക്കാതെയാണ് ഈ റോഡ് ഇപ്പോഴും ഇങ്ങനെ അവഗണിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ കിടക്കുന്നത്. അടിയന്തരമായി ഈ റോഡ് വികസിപ്പിക്കേണ്ടത് ഈ പ്രദേശത്തിൻ്റെ മാത്രമല്ല ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങളുടെയും അടിയന്തര ആവശ്യമാണ്. ദുഷ്കുമാറിന് അവസാനമായിട്ട് എന്തുവാണ് ഈ ഭക്തജനങ്ങളോടും ബാക്കിയുള്ള രാഷ്ട്രീയക്കാരോടും നേതൃത്വത്തോടും വനം വകുപ്പിനോടും ഒക്കെ പറയാനുള്ളത്? ആയിരക്കണക്കിന് ആൾക്കാർ നടന്നു വരുന്ന ഈ പാത അത് എത്രയും പെട്ടെന്ന് അത് ചെയ്യാനുള്ള ഇത് അതിനുള്ള ഇത് ജനങ്ങൾക്ക് നടന്നു പോകത്തക്ക രീതിയിലും വാഹനങ്ങൾ പോകത്തക്ക രീതിയിലും റോഡ് നന്നാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അങ്ങനെ റോഡിൻ്റെ വികസനം മാത്രമല്ല മറ്റ് ദൈനംദിന ഈ കാര്യങ്ങളിൽ കൂടി ഈ കടുംപിടുത്തം പിടിക്കുന്ന വനം വകുപ്പ് ഈ റോഡിൻ്റെ പുനരുദ്ധാരണത്തിന് അയ്യപ്പ നീ കാക്കണമേ എന്ന ശരണം വിളികളുമായിട്ടാണ് ഈ പൊതുപ്രവർത്തകരായിട്ടുള്ള ഈ നേതാക്കൾ ഒപ്പം നമുക്ക് ഈ റോഡിൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് കേരള വിഷൻ ന്യൂസിനോട് പറയാനുള്ളത്. കോന്നി അച്ചൻകോവിൽ റോഡിൻ്റെ സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഈ പ്രദേശവാസികളുടെയും ഭക്തജനങ്ങളുടെയും ആവശ്യം. ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.